ഞാൻ എന്തേ പറഞ്ഞത്? ആയത്തും ഹദീസും അത് തീരെ കഴിക്കൽ ഹലാലല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ ബന്ധം പോലെ ഉണ്ടാവും കാര്യങ്ങൾ. നിർബന്ധിച്ചാലോ എന്നാണ് മൂപ്പര് ചോദ്യം. അത് തമ്മിലുള്ള ബന്ധം പോലെ ഉണ്ട്, അതേ അതിനെ പറ്റി പറയാനുള്ളൂ. എത്രയാണ് രണ്ടാളും കൂടി തമ്മിലുള്ള ബന്ധം വെച്ചാൽ ആ ബന്ധത്തിനനുസരിച്ചിരിക്കും. ഇതൊരു തമാശയാണ്. ഏത് പറയാൻ മറന്നതാണെങ്കിലും വരാൻ മറക്കണില്ല എന്നുള്ളത് ഒരു തമാശയാണ്. സംഗതി പറയാൻ മറന്നാൽ ആരും പോവില്ല. അഭിമാനമുള്ള മനുഷ്യൻ ക്ഷണിക്കാത്തതിന് വരൂല. പിന്നെ കാണുമ്പോ പറയുള്ളൂ എന്ത് ഇന്ന് പറയാഞ്ഞു, ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടേ, എന്നാലും അന്ന് പോവില്ല. അപ്പൊ അതൊരു സംഗതി തന്നെയാണ്. എന്തായാലും അഭിമാനം കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അഭിമാനത്തിന് ക്ഷതമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അഭിമാനത്തിനൊരു കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇതന്നെ സംഗതി. അപ്പൊ എന്തേ പറഞ്ഞു? ഹദീസുകൾ, ആയത്തുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരണം, അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. പ്രമാണങ്ങൾ അല്ല, മുഅ്മിനിന്റെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? 5 വക്ത് നിസ്കരിക്കും, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കും, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടേ സൂപ്പർ മാർക്കറ്റ് തുറക്കുള്ളൂ. പക്ഷെ തുറന്നിട്ട് എന്താ പരിപാടി? ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുക. എങ്ങനെ തൊയ്യിബാഗ്? നിങ്ങളാലേക്ക് ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. ഹദീസും ആയത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരണം, അപ്പോഴേ കാര്യമുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുങ്ങള്, ഓരോ കാര്യങ്ങളും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാലാണ് മുന്തിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ വലത്തെ കാല് വെച്ച് പോരുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാലാണ് വെക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ ഇടത് കാല് വെക്കുന്നത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ പറയാത്തത്. കൊടുക്കലും വാങ്ങലും തിന്നലും കുടിക്കലും വലത്തെ കൈകൊണ്ട് മാത്രമേ ചെയ്യാവൂ. കൊടുക്കലും വാങ്ങലും തിന്നലും കുടിക്കലും വലത്തേതുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. അത് മീൻകാരന് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ കൊടുക്കാവൂ, മീൻ വാങ്ങുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ വാങ്ങാവൂ. ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ കൊടുക്കാവൂ, കണ്ടക്ടറിൽ നിന്ന് ബാക്കി വാങ്ങുകയാണെങ്കിലും വലത്തേതുകൊണ്ടേ വാങ്ങാവൂ. 4 കാര്യങ്ങൾ നിർബന്ധം. തിന്നുക, കുടിക്കുക. കല്യാണത്തിന് പോയിട്ട് ഡിസ്പോസബിൾ ഗ്ലാസ് ഇടത്തെ കൈ പിടിച്ചിട്ട് നമ്മൾ വലത്തേതുകൊണ്ടൊന്നിങ്ങനെ താങ്ങും. എന്താ അതിന്റെ ആവശ്യം? ഡിസ്പോസിബിൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വട്ടം ഉപയോഗിക്കണുള്ളൂ, പിന്നെ അതൊന്നും വേറെ താങ്ങേണ്ട കാര്യമില്ല. അതാ എന്തിനാ വലത്തുകൊണ്ടു കുടിച്ചാൽ മതിയല്ലോ. വൃത്തിയേടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഗ്ലാസ് പിന്നെ ആരും ഉപയോഗിക്കണില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ശൈത്താനൊരു സപ്പോർട്ട്? കുടിക്കണേ ശൈത്താനെ കൊണ്ടാണ്, പടച്ചവനെ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുക. ശൈത്താനെ കൊണ്ടാണ് കുടി, പടച്ചവന്നിങ്ങനെ ഒരു സഹായം പടച്ചവന്റെ. തിരക്കില്ല, വലത്തെ കഴിഞ്ഞ് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന്. വെറുതെ അശ്രദ്ധ എന്നാണ് ഇതിന്റെ പേര്. ഇതൊന്നും നമുക്ക് അറിയാത്തോണ്ടല്ല. പിന്നെ എങ്ങനെ? അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റൂ. മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ടവനാണ്. നന്നായി ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത്തേ ധരിക്കണം. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാലിടണം. ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേത് ഊരണം. പള്ളിയിൽ കയറുമ്പോൾ ആദ്യം വലത്തേത്, ബാത്റൂമിൽ കയറുമ്പോൾ ആദ്യം ഇടത്തേത്. ശ്രദ്ധിച്ച് ചെയ്യണം. 21 ദിവസം ഒരു കാര്യത്തിൽ ഒരാൾ ശ്രദ്ധിച്ചാൽ 22ാമത്തെ ദിവസം മുതൽ ഓട്ടോമാറ്റിക് ആവും. ഒരു വിഷയം ഒരാൾക്ക് ശീലമാവാൻ എടുക്കുന്നത് 21 ദിവസമാണ്. കുട്ടികൾക്ക് 7 ദിവസം മതിയാവും, മുതിർന്നവർക്ക് 21 ദിവസം വേണ്ടി വരും. 21 ദിവസങ്ങൾ വീട്ടിൽ നിന്ന് ബിസ്മില്ലിട്ട് ഇറങ്ങൽ പതിവാക്കി നോക്കി. 22ാമത്തെ ദിവസം മുതൽ അത് നിങ്ങളെ ശീലമായിരിക്കും. 21 ദിവസം തഹജ്ജുദിന് ഒരേ സമയത്ത് ഉണർന്നാൽ 22ാമത്തെ ദിവസം മുതൽ നിങ്ങൾ അലാറം വെക്കാതെ ഉണർന്നിരിക്കും. മനുഷ്യ ശരീരത്തിന് വലിയ സംവിധാനങ്ങളുണ്ട് അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുള്ളത്. അതിനാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ക്ലോക്ക്. അള്ളാഹു മനുഷ്യനിൽ ചെയ്തു വെച്ചിട്ടുള്ള നിഅമത്തുകളെയും മനുഷ്യനിൽ ചെയ്തു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും എണ്ണിയാലും പറഞ്ഞാലും ഒടുങ്ങൂല. അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടുകളല്ല, പുസ്തകങ്ങളല്ല, പ്രഭാഷണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. നമ്മളെ ജീവിതം കണ്ടിട്ട് ഇത് തരക്കേടില്ല എന്ന് ആൾക്കാർക്ക് തോന്നണം. നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് തോന്നണം
10 സീറ്റും ഉണ്ട്, 15 ആളും ഉണ്ടെങ്കിൽ 5 ആൾക്ക് സീറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ സീറ്റുള്ള 10 ആളിൽ നമ്മൾ പെടണോ, സീറ്റില്ലാത്ത 5 ആളിൽ പെടണോ? തന്നെ പ്രശ്നം. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസിന്റെ ഷട്ടറിന്റെ ഉള്ളിൽ കൂടി തൊപ്പിട്ട് സീറ്റ് പിടിച്ചിട്ട് കയറിയിരിക്കും. സീറ്റ് കുറവാണ്, ആള് കൂടുതലുണ്ട്. കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തരക്കേടില്ല. വയസ്സായ ആളാണ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, നിൽക്കാൻ വയ്യെങ്കിൽ ഓക്കെ, അതൊന്നുമില്ല. കുട്ടികൾക്കാണ് സീറ്റ് കിട്ടുന്നത്. വലിയവർ ഇങ്ങനെ കമ്പിമ തൂക്കാൻ വിധിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കമ്പിമ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്തോരം അഭിമാനം ഇക്കാരെന്നറിയോ? 10 സീറ്റും 15 ആളും. ആ സീറ്റ് കിട്ടിയ 5 ആളിൽ പെടുന്നതിൽ നമുക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നും. വാസ്തവത്തിൽ സീറ്റ് മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിൽക്കുന്ന 5 ആളിൽ പെടുന്നതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇസ്ലാമിക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് മനസ്സിലാവും. മറ്റുള്ളവർക്ക് 1-ാം സ്ഥാനം, നമുക്ക് 2-ാം സ്ഥാനമാണ്. നമുക്ക് 1-ാം സ്ഥാനവും മറ്റുള്ളവർക്ക് 2-ാം സ്ഥാനവും തരും. എല്ലാരോടുള്ള സമീപനം തന്നെയാണ്. സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ടത് ശത്രുവാണ്. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കുക, ഒരാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിടേണ്ടത് മിത്രം അല്ല, സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണ് ഒപ്പിടേണ്ടത്. ഇവനെ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ടത് അബൂ സുഫിയാനാണ്. നജാശി രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പണിട്ട് കൊടുത്തു. ജീവിതത്തിൽ ഇതുവരെയായി വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒപ്പിട്ടു. ഒപ്പ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായി പറഞ്ഞതാണ്. ശത്രുവാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. അയൽവാസിയാണ് സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. പെരയിലുള്ള ആൾക്കാരല്ല. ഭാര്യ തന്നിട്ട് കാര്യമില്ല, മക്കൾ തന്നിട്ട് കാര്യമില്ല. അയൽവാസി ഒപ്പിടണം സ്വഭാവ സർട്ടിഫിക്കറ്റില്, പെരുമാറ്റ സർട്ടിഫിക്കറ്റില്. ശത്രുവിനോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി. അഭിപ്രായ വ്യത്യാസമുള്ളവനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി. അഭിപ്രായമുള്ളവനോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല ക്വാളിറ്റി. അതുകൊണ്ട് മിത്രത്തോട് പെരുമാറുന്നതിനേക്കാൾ സൂക്ഷ്മത ശത്രുവിനോട് പെരുമാറുന്നതിനുണ്ടായിരിക്കണം. അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്. എടാ അബൂജാഹിലേ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങടാ, എന്റെ പല്ല് ഞാൻ തച്ചു വയ്ക്കുന്നു മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നെ ഞാൻ കാണിച്ചു തരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി, അങ്ങാടിയിൽ നിന്ന് കാണാം, പെരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം. ഇതൊന്നും എന്താ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കാം. ഇങ്ങനത്തെ ഒരു സംസാരം കാണാൻ പറ്റൂല. ഹദീസ് അരിച്ച് പെറുക്കി തെരഞ്ഞോളി കാണൂല. മാന്യമായി സംസാരിക്കാൻ പറ്റണം. അഭിപ്രായമുള്ള എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വെറുപ്പും വിദ്വേഷവും ആവാതിരുന്നാൽ മതി. അഭിപ്രായം ഉണ്ടായതിനൊരു കുഴപ്പമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനും കുഴപ്പമില്ല. അത് നിഫ്രത്ത് എന്ന പേരായ വെറുപ്പാവാതിരുന്നാൽ മതി. അഭിപ്രായ വ്യത്യാസം ഏത് കാര്യത്തിലാണോ ആ അഭിപ്രായ വ്യത്യാസം നീങ്ങിയാൽ അവൻ നമ്മുടെ സുഹൃത്താക്കാൻ വേണ്ടി പറ്റണം. ഏത് കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസം ഉള്ളത് വെച്ചാൽ അതാണ് പോയാലേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കണം അവൻ. ആ നിലയിലാണ് വിഷയങ്ങളെ കാണാനും കൊണ്ടു നടക്കാനും നമുക്ക് കഴിയേണ്ടത്. അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അനുകൂലമായ സാഹചര്യത്തിന് മാത്രമൊന്നല്ല മുസ്ലിം ആവാൻ കഴിയുക, അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ സാമ്പത്തിക നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്വഭാവത്തിന് ഒരു മാറ്റമില്ലെങ്കിൽ അറബിയിലുള്ള നമ്മുടെ പേര് കൊണ്ടൊരു കാര്യമില്ല. ഒരു പേര് പോരായിട്ട് 2 പേര് കൂട്ടിക്കാണ്. ഇന്ത്യക്ക് പേരുമ്പോ 2 എണ്ണാണ്, അഹമ്മദ് സാലിം. അത് പോരായിട്ട് പിന്നെ കോളേജിൽ പോയിട്ട് പരീക്ഷ എഴുതിങ്ങാണ്ട് ഒരു പേരും കൂടിയും കൂട്ടി ഫൈസി. അതും പോരായിട്ട് ഈ തലക്ക് ഒന്ന് കൂട്ടി ഡോക്ടറെ. സ്വഭാവത്തിനൊരു മാറ്റമില്ലെങ്കിൽ ഈ പേരുകൊണ്ട് എന്ത് കാര്യമുള്ളത്?
സ്വഭാവം മാറണം. ഇസ്ലാം ദീന് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാവേണ്ട മാറ്റം എന്ന് പറയുന്നത് സ്വഭാവത്തിലെ മാറ്റമാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നു. കുറെ സമയം കേട്ടതിന് ശേഷം പോകാൻ സമയത്ത് അയാൾ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, മദ്ദീനു യാ റസൂലല്ലാഹ്. അങ്ങനെ ചോദിച്ചു, ദീന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പ്രതീക്ഷ മറുപടി അങ്ങനെയല്ല. മൂപ്പര് പ്രതീക്ഷ നാട്ടിൽ പോയിട്ട് പറയാനുള്ള മറുപടിയാണ്. കുറച്ചൊരു നീളമുള്ള ഒരു പാരഗ്രാഫ്, ഒരു 100 വാക്കുള്ള ഒരു പേജുള്ള ഒരു മറുപടിയാണ് മൂപ്പര് പ്രതീക്ഷ. ഒരു 4 വർത്താനം ഇസ്ലാമിനെ പറ്റി നാട്ടിൽ പോയിട്ട് പറയാന് അത് തെരിയുന്നതാണ് മൂപ്പര് ചോദ്യം. പക്ഷെ അത് ഒറ്റ വാക്കിൽ ഒതുങ്ങി, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് പറഞ്ഞു. പഴയ മറുപടി തന്നെ. പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമത് വേറെ വഴിയില്ല വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാല് സൽസ്വഭാവമാണ്. വേറെ കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പൊ ഇങ്ങനെ പോക ഒരുങ്ങി. വാതിലിന്റെ അവിടെ എത്തിയേക്ക് ഇങ്ങോട്ടന്നെ വിളിച്ചു, ഇവിടെ വാ. വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽസ്വഭാവം എന്ന് പറഞ്ഞു. സൽസ്വഭാവത്തെ ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയൂല, എന്നാൽ കഴിയാണെങ്കിൽ അത് ഈ വാക്കാണ്. ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത്. ഇത് അറിയാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ ഭാര്യനോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഭാര്യ അമ്മയോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ അയൽവാസിനോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഡ്രൈവറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ അടുത്ത വണ്ടിയത്തെ ഡ്രൈവറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർ ക്ലീനറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ തൊഴിലാളി ജോലിക്കാരനോട് ചൂടാകുന്നത്. ചൂടാകാതെ തന്നെ മനസ്സിലായില്ലേ? ദേഷ്യപ്പെടുക. ഓരോന്നും നമുക്ക് ന്യായാണ്. അത് ഓനോടൊക്കെ കുറച്ച് അങ്ങനെ നിൽക്കണം, എന്നാലേ ഓൻ നേരാവുള്ളൂ. ഇതാണ് ന്യായം. ഏത്? മുതലാളി തൊഴിലാളിയോട് കുറച്ച് ഗൗരവത്തിൽ നിന്നാലേ ഓൻ നേരാവുള്ളൂ. ആര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ കാഫിരീങ്ങളെ വിളിച്ച വിളി ഖുർആനിലുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്താ അയ്യുഹ എന്ന് പറഞ്ഞാൽ ബഹുമാനികളെ എന്നാണ് അതിന്റെ അർത്ഥം. യാ കാഫിറു എന്ന് പറഞ്ഞാൽ മതി കാഫിരീങ്ങളെ എന്ന് പറയാൻ. അയ്യുഹന്റെ അർത്ഥം അയ്യോഹ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, എന്റെ ബഹുമാനികളായ. നമ്മളെ മുമ്പ് ത്വലാഖ് സംവാദം ഉണ്ടായില്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായോ? ചെറുശ്ശേരി ഉസ്താദ് ഒരു ഫത്വ കൊടുത്തിട്ട് അതിനെതിരിലൊരു പ്രശ്നം ഉണ്ടായി. എന്റെ നാടിന്റെ അടുത്താണ് ത്വലാഖ് സംവാദം ഉണ്ടായത്. അങ്ങനെ അതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയ MT അബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, MT ഉസ്താദാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുമ്പോ സംസാരത്തിന്റെ ഇടയിൽ പറയാണ്, ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയൊരു വർത്താനാണത്. ശത്രുവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പഴയ CD ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ എടുത്തു നോക്കി, പണിയെടുത്ത് നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. ബഹുമാനിച്ചു വെച്ചിട്ട് ഒരു കുഴപ്പം പറ്റൂല. കാഫിരീങ്ങളെ അല്ലാഹു തആല ബഹുമാനിച്ചുകൊണ്ടാണ് വിളിച്ചിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
എന്നിട്ട് അമ്മക്ക് തോന്നുക കീഴിൽ ജോലി ചെയ്യണോരെ കുറച്ചൊക്കെ ഇങ്ങനെ എടാ പോടാന്നൊക്കെ വിളിച്ചെങ്കിലേ നേരാവുള്ളൂ. അല്ല,